ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മുള്ളൻകൊല്ലിയെ ഒരു ചെറിയ വിശേഷമാണ്. അപ്പം ഞാൻ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ മുള്ളൻകൊല്ലിയിലാണ്. അപ്പം അവരുടെ ഒരു ബന്ധുക്കാരുടെ വീട്ടിൽ ചെന്നപ്പം അവിടെ കുറച്ച് നല്ല കുറേ ചെടികളൊക്കെ കണ്ട്. അപ്പം ചെടികൾ നമ്മളൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ കണ്ടാലോ. ചെടികളുണ്ട്, പിന്നെ അല്ലാതുള്ളതുണ്ട്, പച്ചക്കറികളുണ്ട്, മറ്റൊരു ഒരുപാട് എല്ലാ ചെടികളുടെ പേരൊന്നും അറിയില്ല. എന്നാലും വഴുതനങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. ചെടികളും പച്ചക്കറികളും ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ പണ്ടൊക്കെ ബൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എവർഗ്രീൻ്റെ ഇലയില്ലേ, അപ്പം അതൊന്നും കാണാനില്ല. അപ്പോൾ അതാണ് ഇത്. പണ്ടൊക്കെ ഈ എവർഗ്രീൻ്റെ ഇലയിലായിരുന്നു നമ്മൾ ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ ഒരു നല്ല അടിപൊളിയൊരു പൂവ്. ഇപ്പുറത്തെ ഭാഗത്ത് ചെറിയ കുഞ്ഞി നാരങ്ങ. ഇത് വെള്ളം കലക്കുന്ന ആ നാരങ്ങയാണ്. നിറച്ചും പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് കായ്ച്ച് കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ചെറിയ പുളിയൊക്കെ ആയിരിക്കും, അത്ര മധുരമൊന്നുമല്ല. കണ്ടാൽ ഉള്ളിലൊക്കെ അല്ലിയൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പുറത്തേക്ക് ഓരോന്ന്. മറ്റേ ഓർക്കിഡ് നിലത്ത് കൂടെ ഉണ്ടാവുന്ന, അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്മളെ തുമ്പയില്ലേ, തുമ്പയൊന്നും ഇപ്പം കാണാനില്ല. അപ്പം തുമ്പപ്പൂവും, പിന്നെ ഒരു റോസാ ചെടി നിറച്ചും റോസുണ്ട്. ഇത് മുടിയൊക്കെ കറുപ്പിക്കാൻ നീലമരിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് അത്ര വലിയ പരിചയമല്ല. ഇതിൻ്റെ ഇലയും ഈ കായൊക്കെ കണ്ടിട്ട്. ഇനി അപ്പുറത്തെയൊക്കെ ഒരുപാട് മിറ്റമൊക്കെ ഉള്ളൊരു വീടാണ്. നല്ല കണ്ടില്ലേ, സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയി അങ്ങോട്ട് നടവഴിയുണ്ട്. വണ്ടി പോകുന്ന അതിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ്. പിന്നെ റോസ്, ഇനിയുണ്ട് കാശിത്തുമ്പ, സീനിയ, ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചേച്ചി വന്ന് തുമ്പപ്പൂ. ഇവിടെ ആദ്യം ഇതിലും കൂടുതൽ നിറച്ചും ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പച്ചക്കറിയും ചെടികളൊക്കെ. ഇപ്പം കുറച്ചായിട്ട് അത് കുറവാണ്. ചെടികൾ തീർന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് ചെടികൾ. അങ്ങനെ പോയി നോക്കാം. ചെട്ടിപ്പൂവും, ചെട്ടിക്ക് വേറെന്തോ പേരൊക്കെ പറയും, ഞങ്ങളിവിടെ ചെട്ടിപ്പൂ എന്നാണ് പറയുക. പിന്നെ ഫ്ലവർ വേസിലൊക്കെ നമ്മൾ വെക്കുന്ന ബൊക്കെ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഈ പൂവ്. ഒരു വശം മുഴുവൻ അതാണ്. ഉണ്ട് അടുത്തൊരു നല്ല കട്ട ചുമന്ന തെച്ചിപ്പൂവ്, നല്ല ചുവപ്പാട്ടോ. പിന്നെ അവിടെ വേറൊരു സാധനമുണ്ട്. ഇത് അമരയാണോ അല്ലേ, കണ്ടിട്ട് അങ്ങനെയാണ്. അപ്പോൾ നിറച്ചും കഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വയലറ്റ് പൂവുണ്ട്. വയനാടല്ലേ, കൂടുതലും നല്ല നമ്മളവിടെയൊന്നും ഉണ്ടാവുന്ന ടൈപ്പ് പൂക്കളല്ല, കാണാത്ത കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് കാട് പോലെ പിടിച്ച് കിടക്കുകയാണ്. പിന്നെ പഴയ സാണ്ട, ഇതൊക്കെ നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആണല്ലോ. ഇനി ഇങ്ങോട്ടും ഇങ്ങനെ. പിന്നെ വീണ്ടും ഒരു മറ്റേ ചട്ടിയിൽ വളർത്തുന്ന ഓർക്കിഡ്. എന്താ ഭംഗി!
ഇനി ഇതാ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട്. കുറച്ച് ദൂരമൊക്കെ പോയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ട്. ഇതാ അവിടെ കുറേ വഴുതിരിങ്ങ ഉണ്ട്. അവിടെയൊക്കെ പൂത്ത് കിടക്കുന്നുണ്ട്. പിന്നെ കയ്പ, പിന്നെ ഒരുപാട് ഉണ്ട്. ഇത് കണ്ടോ വേറെ ഓർക്കിഡ്, എന്ത് ഭംഗിയാ, നല്ല നല്ല തിക്കുള്ളത്. പിന്നെ വർക്കിന് പോയതുകൊണ്ട് ഒന്നും വേറെ വീട്ടിലല്ല നമ്മൾ പോകുന്നത്, അങ്ങനെ ചോദിച്ചൊന്നുമില്ല. ചെന്നവിടെ എങ്ങനെ ഇതൊക്കെ ചോദിച്ച് വാങ്ങുന്നത്. അപ്പോൾ ഇതാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്.